ഈശോ വിശേഷിച്ചിരിക്കട്ടെ. പിതാവായ ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയെ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെടുത്തി. ഈ വചനമാണ് 1 യോഹന്നാൻ 4:9 നമുക്ക് കാണാൻ പറ്റുക. പരിശുദ്ധ അമ്മ ഈശോയെ സ്വീകരിച്ചത് ആദ്യം തൻ്റെ ഹൃദയത്തിലേക്കാണ്. പിതാവായ ദൈവത്തോട് അമ്മ പറയുകയാണ്, ഇതാ നിൻ്റെ ദാസി എന്ന്. അതുപോലെ ഈശോയെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം സ്വീകരിക്കാം. എങ്കിലേ നമ്മുടെ ഭവനത്തിൽ ഈശോയുടെ സാന്നിധ്യം നിറയുകയുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 20-21 വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, വഴിയരികിൽ വീണ വിത്ത്. ഈ വഴിയരികിൽ വീണ വിത്ത് കള്ളൻ വന്ന് അപഹരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈശോ വന്ന് പിറക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനാവശ്യമായ സ്ഥലത്തെ പിശാച് വന്ന് അപഹരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഈ ക്രിസ്മസിന് നമുക്കുണ്ടാവാതിരിക്കാൻ നമുക്കൊത്തിരി ശ്രദ്ധിക്കാം. നമ്മളിലുണ്ടാകുന്ന തിന്മയാകുന്ന അവസ്ഥകളെയൊക്കെ തിരിച്ചറിഞ്ഞ് എൻ്റെ ഈശോയ്ക്ക് പിറക്കാൻ തടസ്സം നൽകുന്ന എല്ലാ മേഖലകളെയും മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് തയ്യാറാവാം. അതോടെ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കാനുള്ള ഇടം, പുൽക്കൂട് നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമുക്കൊരുക്കാം. ചെറിയ ഒരു തെറ്റായിരിക്കാം, ചെറിയ ഒരു കുറവായിരിക്കാം അതിന് തടസ്സം നിൽക്കുക. നമുക്കിന്ന് ധ്യാനിച്ച് നമുക്കതൊന്ന് കണ്ടുപിടിച്ച് നമുക്ക് ഉപേക്ഷിക്കാം. ഈശോയുടെ സഹായത്തോടെ ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ എന്നെ ഒന്ന് സഹായിക്കാമോ? ഉണ്ണീശോ വന്ന് പിറക്കാൻ എൻ്റെ ഹൃദയത്തിൽ എന്നിൽ അവശേഷിക്കുന്ന ഈ ഒരു ചീത്ത സ്വഭാവം നീയും കൂടെ ഒന്ന് എന്നെ സഹായിച്ച് ഇതൊന്ന് ഉപേക്ഷിക്കാൻ പറ്റിയാൽ എനിക്ക് എൻ്റെ ഈശോയെ ഈ ക്രിസ്മസിനെങ്കിലും ഹൃദയത്തിൽ പിറക്കാൻ അനുവദിക്കാൻ പറ്റും. ആ ഒരു ചിന്ത നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.